ഒരിക്കലെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പല ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും 2300ഓളം പ്രകാശവർഷമകലെ സൂപ്പർനോവയ്ക്കരികിലെത്തിയ ഒരു ചുവന്ന നക്ഷത്രമുണ്ടായിരുന്നു. എന്നാൽ ഈ നക്ഷത്രത്തിന് ചുറ്റുമായി 4 or 5 ഗ്രഹങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. ശേഷിക്കുന്ന ഇന്ധനമെല്ലാം കത്തിയമർന്ന് ഏത് നിമിഷവും സൂപ്പർനോവ സംഭവിക്കാൻ പോകുന്ന രീതിയിലായിരുന്നു ആ നക്ഷത്രം ഉണ്ടായിരുന്നത്. വൈകാതെ ആ നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിച്ചു. ആ സൂപ്പർനോവയുടെ ആഘാതം ആ നക്ഷത്രത്തെ ചുറ്റിയിരുന്ന ഗ്രഹങ്ങളെ തവിടുപൊടിയാക്കി. ഒരു ബ്ലാക്ക് ഹോളായി മാറാനുള്ള മാസ് ആ നക്ഷത്രത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ നക്ഷത്രം ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നു. എന്നാൽ പതിയെ പല വർഷങ്ങൾ കൊണ്ട് തന്നെ ആ നക്ഷത്രത്തിന്റെ ഇരുധ്രുവങ്ങളിലുമായി ശക്തമായ റേഡിയോ സിഗ്നലുകൾ വമിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നക്ഷത്രം ഒരു പൾസാറായി മാറുകയായിരുന്നു. 1991ഓടെയാണ് നാം ഈ നക്ഷത്രത്തെ പ്രപഞ്ചത്തിൽ കണ്ടെത്തുന്നത്. ഒരു പൾസാർ ആയതുകൊണ്ട് തന്നെ നാം ഈ നക്ഷത്രത്തെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. മാത്രവുമല്ല, ഈ പൾസാറിന് PSR B1257+12 എന്ന നാമവും നൽകി. ഒരുപക്ഷെ ഈ നക്ഷത്രത്തിന്റെ സൂപ്പർനോവ സംഭവിച്ചതിന് ശേഷം അതിനു ചുറ്റുമായി വളരെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിച്ചപ്പോൾ നശിച്ചുപോയ ഗ്രഹങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ളത് പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും പാറക്കഷ്ണങ്ങളെല്ലാം കൂടിച്ചേർന്ന് രൂപം കൊള്ളാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു സൂപ്പർനോവയ്ക്ക് ശേഷം രൂപപ്പെട്ട ആ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തരായിരുന്നു. ഒരു നക്ഷത്രത്തിന്റെ സൂപ്പർനോവയ്ക്ക് ശേഷം അതിന്റെ ചാരത്തിലും മറ്റവശിഷ്ടങ്ങളിലും നിർമ്മിതമായത്, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സോംബി പ്ലാനറ്റ്. ആദ്യമായി നാം PSR B1257+12 എന്ന പൾസാറിന് ചുറ്റും ഒരു ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി. നാം കണ്ടെത്തിയ ആദ്യ സോംബി പ്ലാനറ്റ്. പൾസാർ പോലുള്ള ഒരു പക്ഷേ ഒരിക്കലും മരിക്കാത്ത ഒരു നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന ആദ്യത്തേതും വിചിത്രവുമായ ഒരു ഗ്രഹമാണ് ഡ്രാഗർ. ഡ്രാഗർ അതിന്റെ നക്ഷത്രത്തിലുണ്ടാവുന്ന നിരന്തരമായ റേഡിയോ വികിരണങ്ങൾ വഴി സ്വയം ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ വെറും 0.02% പിണ്ഡം മാത്രമാണ് ഈ ഗ്രഹത്തിനുള്ളത്. മാത്രവുമല്ല, ഭൂമിയിലെ വെറും 25.3 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം ഒരു തവണ അതിന്റെ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. അതായത് ഡ്രാഗറിന്റെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും 25.3 ദിവസങ്ങൾ മാത്രമാണ്. ഏകദേശം -7°C മുതലാണ് അവിടുത്തെ താപനില എന്ന് കണക്കാക്കുന്നു. വളരെ പേടിപ്പെടുത്തുന്നതും സൂപ്പർനോവയ്ക്ക് ശേഷം രൂപം കൊണ്ടതുമായ ഒരു ഗ്രഹമായതുകൊണ്ടാണ് നാം ഇതിനെ സോംബി പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയിരിക്കെ ഇതേ പൾസാറിന് ചുറ്റുമായി ഡ്രാഗർ എന്ന ഗ്രഹത്തിനു ശേഷം വീണ്ടും ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ടായിരുന്നു.